കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഇത്തരം നിലപാടുകളാണെന്നും അവർ പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനങ്ങളെ പിഴിഞ്ഞെടുത്ത് സമ്പന്നരെ സഹായിക്കുകയാണെന്നും കേരളത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചുവെച്ചിട്ടും കേരളം ഒന്നാമതായി തലയുയർത്തി നിൽക്കുകയാണെന്നും ടീച്ചർ പറഞ്ഞു. കൂടുതൽ വളർച്ചയിലേക്ക് പോകുമായിരുന്ന ആ പ്രദേശങ്ങൾ ഇപ്പോൾ മുരടിപ്പിലാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുകയുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നിരവധി തവണ ഇടതുപക്ഷം വന്നു. 2016 ശേഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ജനങ്ങൾ ഭരണമേൽപ്പിച്ചു. അതിൻ്റെ ഗുണം ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി കേരളത്തിൻ്റെ പ്രവർത്തന രീതി ആഘോഷിക്കപ്പെടുകയാണ്. പലരും നമ്മളിൽ നിന്ന് പലതും പഠിക്കാൻ ഇങ്ങോട്ട് പോരുകയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം സുഖകരമായി ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ള തത്വശാസ്ത്രമാണ് ഇടതുപക്ഷ ആശയഗതികൾ. ചടങ്ങിൽ MKC അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. LDF പ്രകടന പത്രിക MLA ചലച്ചിത്ര നടൻ PP കുഞ്ഞികൃഷ്ണന് കൈമാറി പ്രകാശനം ചെയ്തു. ബംഗളം കുഞ്ഞികൃഷ്ണൻ, രജീഷ് വെള്ളാട്ട്, മാധവൻ മണിയറ, K ബാലകൃഷ്ണൻ, PP നാരായണൻ, TP കുഞ്ഞബ്ദുള്ള, PK പവിത്രൻ, M സുമേഷ്, V ശിവദാസ്, KV ബിന്ദു, K ദാമു, TP ഹാഷിം, KV ഗോപാലൻ, PP കുഞ്ഞികൃഷ്ണൻ, LDF സ്ഥാനാർത്ഥികളായ സരീന സലാം, PC സുബൈദ, MP ബിജീഷ് എന്നിവർ സംസാരിച്ചു. C കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മൂസ ഹാജി മുക്ക് വഴി മുണ്ട്യ പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.